രാജ്യസഭയിലെ അപമാനത്തിന് ശേഷം പാണ്ഡവർ എല്ലാം ഉപേക്ഷിച്ച് വനത്തിലേക്ക് നടന്നു. ഒരിക്കൽ രാജകീയ വസ്ത്രം ധരിച്ചവർ ഇപ്പോൾ മരവുരി അണിഞ്ഞ യാത്രക്കാരായി. അവർക്കൊപ്പം ദ്രൗപദിയും. ഹസ്തിനാപുരത്തിൻ്റെ ജനങ്ങൾ കണ്ണീരോടെ അവരെ യാത്രയാക്കി. ഭീമന്റെ കണ്ണുകളിൽ കോപം കത്തിയിരുന്നു. അർജുനന്റെ മനസ്സിൽ പ്രതികാരത്തിൻ്റെ തീ. യുധിഷ്ഠിരൻ മാത്രം ധർമ്മത്തിൽ നിന്ന് വഴിതെറ്റിയില്ല. വനവാസം തുടങ്ങി. കടുത്ത ചൂട്, കാട്ടുമൃഗങ്ങൾ, വിശപ്പും ദാഹവും. എന്നാൽ അവരെ ജീവനോടെ നിർത്തിയത് ഒരു ലക്ഷ്യം മാത്രം: തിരികെ വരണം. ഒരു ദിവസം മഹർഷി വ്യാസൻ പാണ്ഡവരെ സന്ദർശിച്ചു. അദ്ദേഹം അർജുനനോട് പറഞ്ഞു, ഭാവിയിൽ വരുന്ന യുദ്ധം സാധാരണമല്ല. ദിവ്യാസ്ത്രങ്ങളില്ലാതെ ആ യുദ്ധത്തിൽ ജയിക്കാൻ കഴിയില്ല. അങ്ങനെ അർജുനൻ ഒരു മഹായാത്രയ്ക്ക് പുറപ്പെട്ടു. ഹിമാലയത്തിൻ്റെ ആഴങ്ങളിലേക്ക് കഠിന തപസ് ആരംഭിച്ചു. മഴ പെയ്തു, മഞ്ഞു വീണു, കാലം കടന്നുപോയി. അർജുനന്റെ മനസ്സ് ചലിച്ചില്ല. അവന്റെ തപസ്സിൽ സന്തുഷ്ടനായി ശിവൻ പ്രത്യക്ഷപ്പെട്ടു. പക്ഷേ അദ്ദേഹം ഒരു വേട്ടക്കാരന്റെ രൂപത്തിലായിരുന്നു. അതേസമയം ഒരു ഭീകര കാട്ടുപന്നി അർജുനന്റെ മുന്നിലെത്തി. അർജുനനും വേട്ടക്കാരനും ഒരുമിച്ച് അമ്പെയ്തു. ആരാണ് മൃഗത്തെ വീഴ്ത്തിയതെന്ന് പറഞ്ഞ് ഇരുവരും തമ്മിൽ സംഘർഷം തുടങ്ങി. അർജുനൻ ആ വേട്ടക്കാരനോട് പോരാടി. എത്ര ആക്രമിച്ചാലും അവനെ തോൽപ്പിക്കാനായില്ല. അവസാനം അർജുനൻ മനസ്സിലാക്കി, ഇവൻ സാധാരണ മനുഷ്യനല്ല. അവൻ മുട്ടുകുത്തി നമസ്കരിച്ചു. അപ്പോൾ വേട്ടക്കാരൻ്റെ രൂപം മാറി വന്നു. അവിടെ പ്രത്യക്ഷപ്പെട്ടത് മഹാദേവൻ. ശിവൻ പുഞ്ചിരിച്ചു. അർജുന, നിന്റെ ധൈര്യത്തിലും ഭക്തിയിലും ഞാൻ സന്തുഷ്ടനാണ്. അദ്ദേഹം അർജുനന് പാശുപതാസ്ത്രം നൽകി. ലോകത്തിലെ ഏറ്റവും ഭീകരമായ ദിവ്യാസ്ത്രം. ശേഷം ഇന്ദ്രലോകത്തിൽ നിന്ന് വജ്രായുധങ്ങളുടെ ശക്തി, വരുണനിൽ നിന്ന് ജലാസ്ത്രം, അഗ്നിയിൽ നിന്ന് ആഗ്നേയാസ്ത്രം. അങ്ങനെ അർജുനൻ ദിവ്യശക്തികളാൽ അനുഗ്രഹിക്കപ്പെട്ടു. അതേസമയം വനത്തിൽ ഭീമൻ അസുരന്മാരെ നേരിട്ടു. ദ്രൗപദി കഷ്ടതകൾ സഹിച്ചു. യുധിഷ്ഠിരൻ മഹർഷിമാരിൽ നിന്ന് ജ്ഞാനം തേടി. വനവാസം അവരെ ദുർബലരാക്കിയില്ല, കൂടുതൽ ശക്തരാക്കി. പക്ഷേ ഹസ്തിനാപുരത്തിൽ ദുര്യോധനൻ വളരെ അഹങ്കാരത്തിലാണ് ജീവിച്ചത്. പാണ്ഡവരുടെ തിരിച്ചുവരവ്, അതിനെപ്പറ്റി അവൻ മറന്നിരുന്നു. എന്നാൽ കാലം അടുക്കുകയായിരുന്നു. കുരുക്ഷേത്രത്തിലേക്കുള്ള വഴി ഇപ്പോൾ കൂടുതൽ വ്യക്തമായി തുടങ്ങി.